അപ്പൊ നീ ചുമ്മാ ചോദിച്ചതേ ഉള്ളോ, അല്ലാതെ ഇതിനു വേണ്ടി നീ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് ഇവനും ചോദിക്കുമ്പം അവളും കളിയാക്കിക്കൊണ്ട് പിന്നെ നിനക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കാലിലും കയ്യിലൊക്കെ വീടണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ജിങ്ഷിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി അവന്റെ അമ്മ വരുമ്പോഴാണ് ഹുവാനാണ് പുറത്തിരുന്നോണ്ട് അവൾ ഇവനെ കൊണ്ടായിക്കോളാൻ പറയും. അപ്പോഴാണ് അവന്റെ അമ്മയും സോങ് ഇല്ലാത്തതുകൊണ്ട് ഇവളെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അവരും ടാക്സി വിളിക്കാന്ന് പറയും. പക്ഷെ അവർ രണ്ടുപേരാണ് അവന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവരെ ജോലിക്ക് പോകാൻ വേണ്ടി പറയുമ്പം അവന്റെ അമ്മയെങ്കിൽ പിന്നെ ടാക്സി എപ്പോ വേണമെങ്കിലും വിളിച്ചോന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹുവാനും അവനെ സൈക്കിൾ ഇടിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഇവൾക്കാണ് അവന്റെ വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവനും ഇങ്ങനെ പതിയെ പോയ നമ്മുടെ ക്ലാസ് എപ്പോഴേ സ്റ്റാർട്ട് ആവെന്ന് പറയുമ്പം അവള് നിനക്ക് സീനില്ല, പക്ഷെ എനിക്ക് ലേറ്റായിട്ട് പോയ സാറ് വഴക്കുറയെന്ന് പറഞ്ഞ് ഇവനായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അവനെങ്കിൽ പിന്നെ സ്പീഡ് വണ്ടി ഇട്ടാന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ ഒരുമിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഓരോ ദിവസം ജിങ്ഷിയും അവന്റെ ഇഞ്ചുറിയൊക്കെ പതിയെ പതിയെ മാറി അവൻ നല്ലോണം വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം രാത്രി ഇവിടെ ജിങ്ഷി ഹുവാനും കൂടെ ഇവരെപ്പോഴും മീറ്റ് ചെയ്യുന്ന ആ സീക്രട്ട് പ്ലേസിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം അവൻ അവിടുന്ന് ഫുട്ബോൾ കളിക്കുമ്പോഴാണ് ഇവൾ ഇപ്പോഴല്ലേ കാലു തന്നെ മാറിയുള്ളൂ, അവനും ഇത്രയൊക്കെ ചെയ്യണം ചോദിക്കും. അപ്പോഴാണ് അവനും കുറെ മാസത്തിന് ശേഷം ഇപ്പോഴേ ഈ ഫുട്ബോൾ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവർ രണ്ടുപേരും വീണ്ടും അവർ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുണ്ടായിക്കൊണ്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന സോങ് ആണ്. ഇവരെ കണ്ടിട്ട് ആലോചിച്ച് നോക്കും സത്യത്തിൽ ഹുവാന് ജിങ്ഷിയോട് ഒരു സ്നേഹം ഉണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ടല്ലേ ഇന്ന് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തേന്നറിഞ്ഞ് അവനിവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവസാനം അവന് മനസ്സില്ലാതെ ഇവരുടെ അടുത്ത് സംസാരിക്കാതെ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സോങ്ങും അവ ലൈബ്രറി ബുക്ക് ഓർഡർ ചെയ്തോണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അദ്ദേഹമാണ് ഇന്നലെ പറഞ്ഞ പൈസയെക്കാളും ഇപ്പൊ കൂട്ടി പറയും. ഇത് കേട്ട് ഇവനാണ് ഷോക്കായിട്ട് നിങ്ങളെങ്കിൽ പിന്നെ നേരത്തെ വിളിച്ച് എന്നോട് എമൗണ്ട് പറഞ്ഞോടൻ ചോദിക്കുമ്പോൾ അയാൾ ബുക്ക് വേണേ ഇത്ര പൈസ തരാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവന് പൈസ വെക്കുമ്പോൾ ഇവന്റെ ആ ബുക്ക് വാങ്ങിക്കാനുള്ള പൈസ കാണത്തില്ല. അതുകൊണ്ട് അവനെങ്കിൽ പിന്നെ ബാക്കി പൈസ പിന്നെ തരട്ടെ ചോദിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഹുവാനാണ് ഇവന് വരെ പൈസ പേ ചെയ്യും. അതിനുശേഷം അവന് താങ്ക്സ് പറഞ്ഞിട്ട് ഇവൾ ഇവിടെ ഏത് ബുക്ക് വാങ്ങിക്കാനോ വന്നെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവളുടെ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്ത പോലെ ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് അറിയാം. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ പഠിത്തത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ശീശിയും നിന്റെ ജീവിതത്തിൽ പഠിത്തം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് സൈലന്റ് ആക്കും. അപ്പോഴാണ് അവനും നീ എനിക്ക് പൈസ തന്നോണ്ട് ഞാൻ തിരിച്ച് സഹായിക്കാൻ വേണ്ടി ചോദിച്ചെന്ന് പറയും. അതിനുശേഷം ഇവരുടെ ഒരുമിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾ ഒരു ബ്രിഡ്ജിന്റെ അവിടെ ചെന്നിട്ട് ഇവളെപ്പനും ട്യൂഷനോ മുമ്പ് ഇവിടെ കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ പറയും. അപ്പിനാണ് സോങ്ങും അവന് ഇടയ്ക്കൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ റിലാക്സ് ചെയ്യാൻ വരും പറയുമ്പം ശീശിയാണ് ഷോക്കായിട്ട് ഇവൻ ക്ലാസ് കട്ട് ചെയ്യാൻ ചെയ്യിക്കും. അപ്പിനാണ് സോങ്ങും പിന്നെ ഞാൻ മാത്രം മനുഷ്യനല്ലേ, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കാണുന്നത്, പക്ഷെ എനിക്ക് ഞാൻ അങ്ങനല്ല, പിന്നെ നീ ഹുവാനോട് തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ല എന്നിന് ഇവനും ചോദിക്കുമ്പം അവൾ അവസാനമായിട്ട് ഹുവാനോട് കുറെ ആവശ്യമില്ലാതെ സംസാരിച്ചെന്ന് പറയും. അങ്ങനെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാന്നേ ഉള്ളു, പക്ഷെ ഇവൾക്ക് അങ്ങനെ പുറത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അതാ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ശീശിയും പറയുമ്പം സോങ്ങും ഞാൻ നിന്നെ പോലെയാന്ന് പറഞ്ഞിട്ട് ഇവനെക്കാളും ബെറ്റർ ഇവളാന്ന് പറയും. കാരണം മനസ്സിലുള്ള കാര്യം ഇവൾ എസ് ആയിട്ട് എഴുതുമെങ്കിലും ചെയ്യുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് അതുപോലും പറ്റത്തില്ല. അങ്ങനെ ആ കാര്യം അവനും പറയുമ്പം ശീശിയാണ് എങ്കിൽ പിന്നെ ഇവൾ എസ് ഒക്കെ എഴുതുന്ന ഇവനോടുള്ള ഇഷ്ടം കാരണം എന്ന് പറയും. പക്ഷെ അവൾ അങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനും പോയതുകൊണ്ട് ഇവൾ പറഞ്ഞ് അവൻ കേട്ട് കാണത്തില്ല. അതുകൊണ്ട് അവനും ഇപ്പൊ എന്തോ പറഞ്ഞു ചോദിക്കുമ്പം അവൾ ഒന്നുമില്ല നിന്നെ പോലെ ബെസ്റ്റ് ആകാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾ വിഷയം മാറ്റും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ജിങ്ഷിയും അവൻ കുറെ മാസത്തിന് ശേഷം ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്, കുറച്ച് ടെൻഷൻ ആയിട്ടിരിക്കും. ഇതേസമയം ഈ തവണ അവന്റെ അമ്മ അവന് കൂട്ടിനുണ്ട്. അപ്പോഴാണ് ഇവനിങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുന്നുണ്ട് ഹുവാനാണ് അവളുടെ ഇരിക്കുന്ന ഒരു ലക്കി കയറ് ഇവന്റെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇത് ഇവന്റെ ഉണ്ടെങ്കിൽ ഇവൻ ഒരു പേടിയും വേണ്ടെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇത്ര വിലപ്പെട്ട സാധനം ഇവനെതിനെ തരുന്ന ചോദിക്കും. അപ്പോഴാണ് അവളും നിനക്ക് തൽക്കാലം തരുന്നേ ഉള്ളു, ഒരേശം നിനക്ക് വേണേ ഞാൻ ഇതേപോലെ പിന്നെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് ഇവൻ അതിടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ജിങ്ഷി ടീമിൽ ചേരാൻ വേണ്ടി അവൻ ചെന്ന് മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇതേസം ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവന്റെ അച്ഛനും കൂടെ അവിടേക്ക് വരും. അതിനുശേഷം അവന് പെർഫെക്റ്റ് ആയിട്ട് ഗോളൊക്കെ അടിച്ചിട്ട് ഇവന്റെ അച്ഛനോടൊന്ന് ക്ഷണിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇപ്പൊ അടിച്ച് ഗോളൊക്കെ കണ്ടോന്ന് പറഞ്ഞ്. അങ്ങനെ ഇവ സന്തോഷിച്ചിരിക്കുന്നുണ്ട്, അവല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ജിങ്ഷി ഹുവാനോട് ഇവള് തന്ന ലക്കി കയറുകൊണ്ടായിരിക്കും ഇവൻ ഫസ്റ്റ് റൗണ്ടിൽ നല്ലോണം കളിച്ചെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവളാണ് ഇത് ഇപ്പൊ തരണ്ട, നിന്നെ ടീമിൽ അവസാനമായിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഇതെന്റെ തിരിച്ചെന്നാന്ന് പറയും. അങ്ങനെ ഇവന്റെ ഫസ്റ്റ് സെലക്ഷൻ കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ്
പറയുമ്പോഴാണ് സോങ് ആണ് ഇവനെ കണ്ട് അടുത്ത് വെച്ച് എന്നിട്ട് ഇവൻ ആദ്യത്തെ മത്സരത്തിൽ വിജയിച്ചില്ല, പിന്നെ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ജിങ്ഷിയും ഓ ഞാൻ വിഷമിച്ചിരിക്കുമല്ലോടാ, ഞാൻ ടയേർഡായിരിക്കുക, കാരണം ഫസ്റ്റ് മത്സരം ഭയങ്കര പാടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് എന്റെ സ്കിൽസ് ഒക്കെ ഇറക്കാൻ പറ്റി. ഏതിന് ഇവനും പറയുമ്പം സോങ്ങിന് മനസ്സിലായി സത്യത്തിൽ ഇവൻ സങ്കടത്തിരിക്കുവന്ന്. അതുകൊണ്ട് എന്തോ കാര്യം എന്ന് പറഞ്ഞ് ഇവനും ചോദിക്കുമ്പം ജിങ്ഷി ഇവനോട് മാത്രം കാര്യം പറയും. സത്യത്തിൽ ഇവന്റെ കാല് പോയതിനു ശേഷം ഇവനെ കൊണ്ട് പഴയതുപോലെ കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്ന് ആ കോമ്പറ്റീഷന് പോയപ്പോ തന്നെ ഇവനെക്കാളും എല്ലാവരും നല്ലോണം ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കൂടാതെ അതിന്റെ അത്രയും പോലെ എഫേർട്ട് കൊടുക്കാൻ ഇവന്റെ കാല് സമ്മതിക്കുന്നില്ലെന്ന് പറയുമ്പോൾ സോങ്ങും അവരൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് വന്നയാ, പക്ഷെ നീ ഒറ്റയ്ക്കല്ലേ ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം ജിങ്ഷിയാണ് ഇവനിപ്പോ വിഷമിച്ചിരുന്ന കാര്യമൊന്നും ഹുവാനോട് പറയില്ലെന്ന് പറയുമ്പം സോങ്ങിന് മനസ്സിലാവത്തില്ല എന്തുകൊണ്ട് അവളോട് പറയേണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൻ എന്തോ കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളുടെ സന്തോഷം വെറുതെ ഇല്ലാതാക്കണ്ടെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യമൊന്നും അവളോട് പറയാതിരിക്കാൻ വേണ്ടി പറയും. ഇത് കേട്ട് സോങ്ങും എന്തായാലും ഫൈനൽസ് നീ ജയിക്കും കളിയാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരൻ അവന് വിശ്വാസം ഉണ്ടെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് ജിങ്ഷി ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് ആയി. അപ്പോഴായിരിക്കും ഇവന്റെ കൈ മറ്റേ ഹുവാന്റെ കയറിയിരിക്കുന്നിട്ട് ഇവിടെ സോങ് ചെറുതായിട്ട് അപ്സെറ്റ് ആവും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി ജിങ്ഷിയെ സഹായിക്കാൻ വേണ്ടി അവൻ അവന്റെ അച്ഛനോട് എന്തായാലും അഡ്വാൻസ് ആയിട്ടുള്ള സർജറി എല്ലാം ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവന്റെ അച്ഛനും തൽക്കാലം അവൻ ഈ സർജറി പറ്റത്തുള്ളൂ, കൂടാതെ അവൻ കുറെ എഫേർട്ട് ഇട്ട പിന്നെ അവന്റെ കാലും അവനെ കൂടത്തേ ഉള്ളെന്ന് അറിയും. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ അവന് പഴയതുപോലെ ഒന്നും കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയുടെ ഫൈനൽ റൗണ്ടും കഴിഞ്ഞിട്ട് അവസാനം ടീമിൽ സെലക്ട് ചെയ്യാറൊക്കെ റിസൾട്ട് വരുമ്പോഴാണ് ജിങ്ഷി അവന്റെ പേരുണ്ടെന്ന് കുറെ പ്രാവശ്യം തപ്പി നോക്കും, പക്ഷെ അവനെ ടീമിൽ സെലക്ട് ചെയ്ത് കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് ആവശ്യമത്തെ അവൻ നിന്നോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഹുവാനാണ് ഇവൻ ആശ്വാസപ്പെടുത്താൻ വേണ്ടി അടുത്തേക്ക് വരും. അപ്പോഴാണ് അവൻ ഇവളോട് ഹുവാൻ നീ തന്ന ലക്കി കയർ കാരണം ഞാൻ ഫൈനൽ വരെ എത്തിയായിരുന്നു, അതിന് താങ്ക്സ്. എന്നിന് അവൻ അവളുടെ തിരിച്ചു കൊടുത്തിട്ട് ഇവനൊന്നും പറയാതെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതേസമയം അവിടെ ശീശിയും അവൾ കുറെ റൈറ്റിംഗ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്താണ്, പക്ഷെ ഇവൾ അത് സെലക്ട് ചെയ്യാത്തോണ്ട് ഇവൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഇവളുടെ അമ്മയാണ് ഇവൾ പഠിക്കുന്ന ആ ബുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഈ ബുക്ക് നോക്കിയൊക്കെ എഴുതി വേണേ സ്കൂൾ കോമ്പറ്റീഷനിലൊക്കെ വിജയിക്കാം, അല്ലാതെ ഒരു റൈറ്ററായിട്ട് ഫേമസ് ആകാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവളാണ് ഷോക്കായി നിങ്ങൾക്ക് ഈ ബുക്കിനെ കുറിച്ചൊക്കെ അറിയാൻ ചോദിക്കുമ്പോൾ അവളുടെ അമ്മയും പിന്നെ ഞാൻ ജോലി മാത്രമല്ല ഇങ്ങനത്തെ കുറെ ബുക്കൊക്കെ ഇതിനും വായിച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതിനെ ശിവളുടെ ലെവലൊന്നും പോരെന്നറിഞ്ഞ് അവളുടെ തെറ്റൊക്കെ എടുത്തറിയുമ്പോഴാണ് ഇതേക്കുന്ന ശീശിയും ഒരമ്മയായിട്ട് നിങ്ങൾ എനിക്ക് കുറച്ച് ധൈര്യം തരുന്നല്ലോ എന്തെങ്കിലും പറഞ്ഞോടെ എന്ന് ഇവളും തിരിച്ചു ചോദിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും എല്ലാരെ പോലെയും നീ നല്ലോണം ചെയ്ത മോളെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതും വെറും ഒരു കള്ളായിരിക്കും എന്ന് പറഞ്ഞ് ഇവളെ റിയാലിറ്റി ഫേസ് ചെയ്യാൻ വയ്ക്കുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. പക്ഷെ ഇതൊന്നും ശീശിക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിൽ വെച്ചാണ് സാറ് സോങ്ങിനെ മാത്രം ഒറ്റയ്ക്ക് വിളിച്ചോണ്ടുപോകും. അങ്ങനെ അതുകൊണ്ട് ഇവ രണ്ടുപേരാണ് ക്ലാസ് നടക്കുമ്പോൾ ഇതിനെ പെട്ടെന്ന് ഇവനെ വിളിച്ചെന്ന് പറഞ്ഞ് അവരെന്തോന്ന് പിടിയിട്ടാതിരിക്കും. അപ്പോഴാണ് സോങ് അറിയാൻ വരുന്നത് അവന്റെ അമ്മ ഇപ്പൊ വയ്യാതെ ICU കിടക്കുവന്ന്. അങ്ങനെ അതുകൊണ്ട് അവനാണ് പേടിച്ചിട്ട് ഇവന്റെ അച്ഛനോട് എന്താ കാര്യം എന്ന് പറഞ്ഞ് തിരക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ അവന് പറഞ്ഞു കൊടുക്കുന്നത് ഇവന്റെ അമ്മ നഴ്സായതുകൊണ്ട് അവർ ഓപ്പറേഷൻ റൂമിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന. അപ്പോഴാണ് പെട്ടെന്ന് ആ പേഷ്യന്റ് ബന്ധുക്കളൊക്കെ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ആ സമയത്തായിരിക്കും ആദ്യം ഒരാളും ഇവന്റെ അമ്മയെ പിടിച്ച് തള്ളിയിട്ട് ഇവരുടെ തല ചെന്നിടിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവരിപ്പോ ബോധമില്ലാതെ ICUയിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. അങ്ങനെ ഈ കാര്യമൊക്കെ രാത്രി ഹുവാൻ വീട്ടിൽ വന്നതിന് ശേഷം അറിയുമ്പോഴാണ് അവളുടെ അമ്മയുടെ കൂടെ സോങ്ങിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ വരാൻ പറയും. അങ്ങനെ അതിനെ ശിവ രണ്ടുപേരും കൂടെ അവരെ ആശ്വാസപ്പെടുത്താൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ സോങ് ആണ് അവന്റെ അമ്മയോട് വിഷമിച്ച് അവിടെ ഇരിക്കും. അപ്പോഴാണ് ഇവളുടെ അമ്മ അവനെ കണ്ടിട്ട് മോമയാണ് വീട്ടിൽ പോയിക്കോ ഞാൻ അച്ഛനും കൂടെ ആശുപത്രി നിന്നോളെന്ന് പറയും. പക്ഷെ സോങ് ആണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കാൻ പോകുന്ന പറയുമ്പം ഇവളുടെ അമ്മയും സോങ്ങിനെ സമാനപ്പെടുത്താൻ വേണ്ടി ഹുവാനെ പറഞ്ഞയക്കും. അങ്ങനെ അതിനെ അവൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനിപ്പോ ഓക്കെ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് വിഷമിച്ച് ഇതിനുമ്പ് ആശുപത്രിയിലൊക്കെ കുറെ ആൾക്കാരെ കരഞ്ഞോന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവന്റെ അമ്മയ്ക്ക് ഈ സിറ്റുവേഷൻ വന്നപ്പോഴ അവരുടെ വേദന ഇവന് മനസ്സിലായെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവൻ ഇവിടെ സങ്കടത്തിരിക്കുമ്പോൾ ഹുവാനാണ് അവനെ ആശ്വാസപ്പെടുത്താൻ വേണ്ടി അവളുടെ സ്റ്റോറി എടുത്ത് പറയും. അങ്ങനെ കൊച്ചിലെ തന്നെ ഇവൾക്ക് വയ്യായിരുന്ന സിറ്റുവേഷനൊക്കെ ഇവന് അറിയാലെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇവൾ എപ്പോഴും ഇവളുടെ പേരൻസ് ഇവളെ കണ്ടോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്ന അവൾക്ക് ഓർമ്മ വരുന്നെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ച് ഇവനും കരയുവാണ്. തീർച്ചയായിട്ടും അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുവാണ് അവർക്ക് അതൊട്ടും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയും. അങ്ങനെ ആ കാര്യം പറഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തുമ്പോഴാണ് ഇവനും തിരിച്ച് അവൾക്ക് താങ്ക്സ് പറയും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസമാണ് ജിങ്ഷി ഹുവാനോട് സത്യത്തിൽ സോങ്ങിന്റെ അമ്മൻ എന്തോ സംഭവിച്ചാൽ ചോദിക്കും. കാരണം ഇവന്റെ അമ്മ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇവളോട് ചോദിക്കുമ്പോൾ ഇവളാണ് ആന്റി ഇപ്പോഴും ബോധമില്ലാതെ ICU കിടക്കുമെന്ന് പറയും. അതുകൊണ്ട് ഇവനാണ് ഷോക്ക് ആയിട്ട് എന്റെ പൊന്നു ഇത്രയൊക്കെ സീരിയസ് ആണോ, പക്ഷെ എന്റെ അമ്മ ഒന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞ് അപ്പൊ സോങ് എവിടാ എന്നിന് ഇവനും ചോദിക്കുമ്പോൾ സോങ് മിക്കവാറും സ്കൂളിൽ വരത്തില്ലെന്ന് പറയും. അപ്പോഴാണ് സോങ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവർക്കൊന്നും മനസ്സിലാവാതെ അവന്റെ കൂടെ തന്നെ സൈലന്റ് ആയിട്ട് സ്കൂളിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതിനുശേഷം സ്കൂളിൽ വെച്ചും ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാരും കൂടെ ഇവന്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് സോങ് കുറച്ച് ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ടിയാനും പെട്ടെന്ന് ദേഷ്യത്തിൽ മിണ്ടായിരുന്നു പഠിക്കടാന്ന് പറഞ്ഞ് അവരെയൊക്കെ സൈലന്റ് ആക്കും. അങ്ങനെ അതിനുശേഷം ജിങ്ഷി ഹുവാനും കൂടെ സോങ്ങിനെ പുറത്തേക്ക് പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ അവന് വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവരുടെ അവനെ ഫോഴ്സ് ചെയ്ത് പുറത്ത് റിലാക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന ശീശയാണ് ഇവനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ നൈസിനെ ഒഴിഞ്ഞു മാറും. അതിനെ ശിവളും ഇവന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ് അവള് കാര്യം
അറിഞ്ഞപ്പോ തന്നെ ഒത്തിരി വിഷമിച്ചു എന്ന് പറയും. അപ്പോഴാണ് സോങ്ങും അവന്റെ അമ്മ ഇപ്പോഴും ICU കിടക്കുമെന്ന് അറിയുമ്പോൾ ഇവളാണെങ്കിൽ പിന്നെ മറ്റേ വ്യക്തിക്ക് നേരെ കേസ് ഫയൽ ചെയ്യാണ്, ഇവളുടെ അമ്മ ഇവരെ സഹായിക്കുമെന്ന് അറിയും. പക്ഷെ ഇത് കേൾക്കുന്ന സോങ് അതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ശീശി എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവന് കൂട്ടി നിൽക്കും. അങ്ങനെ അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് സോങ് അവന്റെ അച്ഛനും കൂടെ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ അവന്റെ അമ്മയ്ക്ക് ഇപ്പോഴായിരിക്കും ബോധം വരുന്നത്. അങ്ങനെ അതിനുശേഷം അച്ഛനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടായിട്ട് സോങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കും ഇവന്റെ അമ്മയുടെ സിറ്റുവേഷൻ ഇപ്പോഴും സീരിയസ് ആണ്. അങ്ങനെ അവർക്ക് ഞരമ്പിൽ കുറച്ച് ഡാമേജ് ഒന്നുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് സിറ്റിയിലേക്കുള്ള വേറെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോകുന്ന പറയുമ്പോൾ ഇത് കേട്ട് സോങ് ആണെ വിഷമിച്ചിട്ട് ഈ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അച്ഛനും അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, മോൻ വിഷമിക്കണ്ട, ഞാൻ ഈ ആശുപത്രിയിലേക്ക് പോകാൻ അറിഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ അതിനുശേഷം ഇവനും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇവന്റെ അച്ഛനാണ് ഇവൻ അറിയാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന സോങ് ആണ് ഇവന്റെ അച്ഛൻ കാണാൻ സൈഡിലേക്ക് ഒളിഞ്ഞിരുന്നിട്ട് അവനിവിടെ നല്ലോണം വിഷമിച്ചിരിക്കും. അതിനുശേഷം അന്ന് രാത്രിയാണ് സോങ് അവന്റെ അച്ഛനോട് അവൻ അമ്മയെ നോക്കിക്കോളാൻ ആ സിറ്റിയിലുള്ള ആശുപത്രിയിലേക്ക് വരാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട അവന്റെ അച്ഛനും അതിന്റെ ഒന്നും ആവശ്യമില്ല, നിന്റെ അമ്മയെ നോക്കിക്കോളാൻ ആന്റി അമ്മമ്മയ്ക്ക് ഉണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് പഠിത്തത്തിൽ മാത്രം ഇവനെ ഫോക്കസ് ചെയ്യാൻ പറയുമ്പോഴാണ് സോങ് ആന്റി ചുമ്മാതെ അവരുടെ ഫാമിലിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക, പിന്നെ അമ്മമ്മയെ വയ്യാതെ എങ്ങനെ അമ്മയെ നോക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ ഒറ്റയ്ക്ക് അമ്മയെ നോക്കിക്കോളാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവന്റെ അച്ഛനെ സമ്മതിക്കാതെ സിറ്റിയിലേക്ക് മാറുവാണ്, പിന്നെ നിനക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇവിടെ തന്നെ ഇരിക്കാൻ പറയും. പക്ഷെ സോങ് അവസാനം വരെ ഉറച്ചിരിക്കും, എനിക്ക് അമ്മയാ വലുത്, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു സ്കൂളിലേക്ക് മാറിക്കോളാൻ പറഞ്ഞിട്ട് ഇവന്റെ അച്ഛനെ അവസാനം സമ്മതിപ്പിക്കും. കൂടാതെ ഈ കാര്യം അമ്മയോടും പറയാതിരിക്കാൻ വേണ്ടി അവൻ പറയും, കാരണം അമ്മ അറിഞ്ഞ പിന്നെ അവര് കുറെ വിഷമിക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം സോങ് അവൻ സ്കൂളിൽ മാറാൻ പോകുന്ന കാര്യം അവരോടൊക്കെ പറയുമ്പോഴാണ് അവർ രണ്ടുപേരാണ് ഷോക്കായിട്ട് ഇവൻ എന്തിനെങ്കിലും സ്കൂളിൽ മാറുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് സോങ്ങും അവന്റെ അമ്മയെ നോക്കിക്കോളാൻ വേണ്ടി അവൻ സിറ്റിയിലേക്കുള്ള സ്കൂളിലേക്ക് മാറാൻ പോകുന്ന പറയും. നാളെ തന്നെ മാറാൻ പോകുന്നുണ്ട്. ഇവരോടൊക്കെ മാറാൻ പോകുന്ന സോറി പറയുമ്പം ജിങ്ഷിയാണ് എന്റെ അമ്മയ്ക്ക് ഇതേപോലെ പറ്റിയായിരുന്നെങ്കിലും ഞാൻ ഈ തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ സോറി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. അതിനുശേഷം ഹുവാനും എന്തായാലും നീ മൊത്തത്തിൽ മാറാൻ പോവല്ലോ, നിന്റെ അമ്മ ഗുണത്തിന് ശേഷം തിരിച്ചു വരാൻ പോവല്ലെന്ന് പറഞ്ഞിട്ട് അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവനെ ആശ്വാസപ്പെടുത്തും. അതിനുശേഷം സോങ്ങിനെ കാണുന്ന അവളാണ് ഞങ്ങൾ മൂന്നുപേര് ആദ്യം മെച്ചുറായി കാണുന്ന സോങ്ങിനെന്ന് പറഞ്ഞ് അവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം സോങ് TC ഒക്കെ വാങ്ങിച്ചിട്ട് അവൻ സ്കൂൾ മാറാൻ വേണ്ടി പോകുമ്പോഴാണ് സാറാണ് അവസാനമായിട്ട് ഇവന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നില്ല ചോദിക്കും. അപ്പോഴാണ് അവൻ എന്തോ സംസാരിക്കണം എന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ ലീഡർ ആ കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളെന്ന് ഇവനെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവിടെയൊക്കെ വന്ന് ടിയാനാണ് ഇവന് കുറച്ച് നോട്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഇവ മറ്റേ സ്കൂളിൽ പോയി ചേരുമ്പോൾ അവിടെയും ടോപ്പർ ആകണമെന്ന് പറയും. അങ്ങനെ അതിനുശേഷം സാറും ഇപ്പൊ സോങ് പോകുന്നോണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഒരു ടോപ്പറും പോയി കൂടാതെ ലീഡറും പോയി എന്ന് പറയുമ്പോൾ സോങ് എനിക്ക് പകരം ഇനി ടിയാൻ ലീഡർ ആയിക്കോളെന്ന് പറയും. പക്ഷെ ടിയാനാണ് ഇത് കേട്ട് പേടിച്ചിട്ട് എനിക്ക് ചുമ്മാതെ പഠിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് അവൻ പിന്മാറാൻ നോക്കുമ്പോൾ ജിങ്ഷിയാണ് അവനെ പേടിപ്പിക്കും, ഇത്രയും വലിയ സ്ഥാനം ഞങ്ങളുടെ ചെറുക്കൻ തരുമ്പോ നീ വേണ്ടെന്ന് നോക്കി തോന്നി. അങ്ങനെ അതിനുശേഷം അവെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവസാനം ടിയാനും ഹെഗിബിന് ഞാൻ ലീഡർ ആയിക്കോളെന്ന് പറഞ്ഞിട്ട് അവനെ സമ്മതിക്കും. അങ്ങനെ അതിനുശേഷം അവന് സാറിനൊക്കെ ഭയ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോൾ ജിങ്ഷി ഹുവാനും കൂടെ അവന് ഗേറ്റ് വരെ കൊണ്ടാക്കാന്ന് പറയും. പക്ഷെ അവ ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ ഇവനും ഗേറ്റ് വരെ എത്തുമ്പോഴാണ് അതേസമയം പോകുന്ന കാര്യം അറിഞ്ഞ് ശീശി പുറകെ വരെ ഓടി വരും. പക്ഷെ അവസാനമായിട്ട് അവന്റെ അടുത്ത് സംസാരിക്കാൻ ഇവൾക്ക് ചാൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് അവൻ പോകുന്ന ഇവള് വിഷമിച്ച് കണ്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ മാർക്ക് ലിസ്റ്റിലും സോങ്ങിനെ പോലെ തന്നെ ശീശി ആർട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിച്ചേക്കുക. അതും അവളുടെ ആഗ്രഹമായിരുന്നു സോങ്ങിനെ പോലെ തന്നെ ഫസ്റ്റ് വാങ്ങിക്കണമെന്ന്. അങ്ങനെ അതിനുശേഷം ഓരോ ദിവസവും സോങ്ങും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ അമ്മയൊന്ന് കെയറിങ്ങോടെ നോക്കിക്കൊണ്ടിരിക്കും. ഇതേസമയം സോങ് ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ഒരു ഒറ്റയ്ക്കായ അവസ്ഥയില്ല. അതുകൊണ്ട് പഴയതുപോലെ ഇവർ ചിരിച്ചും പറഞ്ഞൊന്നും ഇപ്പൊ സ്കൂളിലേക്ക് പോകത്തില്ല. അങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവസാനം അവന്റെ അമ്മയും ഡിസ്ചാർജ് ആകും. അതുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ടാകാൻ വേണ്ടി ഹുവാന്റെ ജിങ്ഷിയോട് അമ്മ വരും. അതിനുശേഷം ഇവര് മൂന്നും കൂടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന സോങ് ആണ് അവന്റെ അമ്മയെ പൊക്കിയെടുത്തോളം പറഞ്ഞിട്ട് അവര് വീൽ ചെയറിൽ നിർത്തും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ടിയാന്റെ അമ്മയും വന്നിട്ട് ഇവർക്കിപ്പോ സുഖമാണെന്നൊക്കെ പറഞ്ഞ് തിരക്കൊണ്ടിരിക്കും. അതിനുശേഷം സോങ്ങിന്റെ അമ്മയും ഇവരും കുറെ സഹായമൊക്കെ ചെയ്തോണ്ട് അതിനൊക്കെ ഇപ്പൊ താങ്ക്സ് പറയും. എന്നിട്ട് അച്ഛനും അവരമ്മയും പൊക്കിക്കൊണ്ടുപോകാന്ന് പറയുമ്പോൾ സോങ് ആണ് അതൊന്നും കുഴപ്പമില്ല ഞാൻ തന്നെ എടുത്തോളം പറഞ്ഞിട്ട് അവന്റെ അമ്മയെ പുറകെ ഇരുത്തി ആ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അതിനുശേഷം അമ്മയാണ് ഇങ്ങനെ കുറെ പ്രാവശ്യം മുകളിലോട്ട് വരുവാണ്, അത് കഷ്ടമായിരിക്കും എന്നറിഞ്ഞ് താഴേക്ക് മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് സോങ്ങും അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ, ഞാൻ വീണ്ടും ഇവിടുത്തെ സ്കൂളിൽ ട്രാൻസ്ഫർ ആയതിനു ശേഷം ഞാൻ അച്ഛനും കൂടെ നിങ്ങൾ നോക്കിക്കോളാം. ഏതിന് അവനും പെട്ടെന്ന് പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവന്റെ അമ്മയാണ് ഷോക്കായിട്ട് നീ എന്തോ പറയുന്നത്, അപ്പൊ നീ സ്കൂളിൽ നിന്ന് മാറിപ്പോയോ? ചുമ്മാ അല്ല നീ എന്നെ നോക്കാൻ വന്നപ്പോഴൊക്കെ വേറെ യൂണിഫോം ഇട്ടോണ്ടിരുന്നത്, അപ്പൊ നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ നിങ്ങൾക്ക് തന്ന പുതിയ യൂണിഫോം ആണെന്ന്. എന്തിന് അമ്മയെ വഴക്ക് പറയുമ്പോൾ ഇവനാണ് അവന്റെ അമ്മയെ സമാനപ്പെടുത്താൻ വേണ്ടി നോക്കും. അമ്മ ആ സ്കൂൾ നല്ല സ്കൂളായിരുന്നു, കൂടാതെ എവിടെ പഠിച്ചാലും എനിക്ക് നല്ല കോളേജ് അഡ്മിഷൻ കിട്ടും, പിന്നെന്താ പ്രശ്നം? ഏതിന് അവനും പറയുമ്പോൾ അമ്മയാണ് അച്ഛനോടും ദേഷ്യപ്പെട്ടിട്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് ചുമ്മാ നോക്കിയിരുന്നാണെന്ന് അറിഞ്ഞ് ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാകും. അപ്പോഴാണ് അച്ഛനും നിന്റെ മോൻ നിന്നെ സഹായിക്കാൻ കുറെ ആഗ്രഹിച്ചുണ്ടല്ലോ,
വേണ്ടിയിട്ടല്ലേ അവൻ ഇതൊക്കെ ചെയ്തെന്നറിഞ്ഞ് അവനെടുത്ത തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇത് കേട്ട് അമ്മയാണ് വിഷമിച്ചിട്ട് അതിനെന്തിനാ വെറുതെ അവന്റെ സ്കൂളൊക്കെ മാറ്റിയേ, ഞാൻ മൊത്തത്തിൽ തളർന്നൊന്നും പോയിട്ടില്ലല്ലോ, വെറുതെ എന്നോർത്ത് എന്തിനാ വിഷമിക്കുന്ന എന്നിന് അമ്മയും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അച്ഛനും ഞാൻ കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് അവരെ സമാനപ്പെടാൻ വേണ്ടി പറയും. അതിനുശേഷം സോങ് സമാനപ്പെടുത്താൻ നോക്കുമ്പോൾ അവന്റെ അമ്മ രണ്ടുപേരും എനിക്കിപ്പോ കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് പുറത്താക്കും. അതിനുശേഷം ഇവര് കാരണം സോങ് മാറിയതുകൊണ്ട് ആ ദേഷ്യത്തിലുള്ള ഇതേ സമയം ഇവിടെ ഹുവാനും ആന്റി തിരിച്ച് വീട്ടിൽ വന്നോണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് ആയിട്ട് പോകും. അതുകൊണ്ട് ജിങ്ഷിയാണ് ഈ ഫ്ലവേഴ്സ് ആയിട്ട് പോയ കുറച്ച് ഫോർമലായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞ് ഇവനും പറഞ്ഞോണ്ട് വരുമ്പോൾ അവള് നമുക്ക് പുറത്ത് വെച്ചിട്ട് അങ്ങ് വരാന്ന് പറഞ്ഞിട്ട് ഇവരുടെ സോങ്ങിന്റെ വീട്ടിലേക്ക് ചെന്നോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ തീ പിടിച്ച പോലെ സ്മെല്ല് ഇവർക്ക് വരുന്നത്. അങ്ങനെ അത് എവിടാന്ന് നോക്കുമ്പോഴാണ് സോങ്ങിന്റെ വീട്ടിലാന്ന് മനസ്സിലാകും. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും കൂടെ പെട്ടെന്ന് അവിടെ കൂടി ചെന്ന് അകത്തിരുന്ന് അവന്റെ അമ്മയെ വിളിക്കാൻ നോക്കുമ്പോഴാണ് അവിടേക്ക് പെട്ടെന്ന് സോങ് അവന്റെ അച്ഛനും കൂടെ വരും. അതിനുശേഷം ഇവര് വാതിലിറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അവന്റെ അമ്മയാണ് വീൽ ചെയറിന് തറയിൽ വീണ് കാണും. കൂടാതെ സ്റ്റൗ ഇപ്പോൾ ഓണായി കിടക്കുക. അതിനുശേഷം ഇവരതൊക്കെ ഓഫ് ചെയ്തിട്ട് അവന്റെ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് അമ്മയാണെ കരഞ്ഞോണ്ട് അവർക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഹുവാനും ജിങ്ഷിയും പെട്ടെന്ന് പോകാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവരെങ്കിൽ പിന്നെ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവിടെ സോങ് അവന്റെ അച്ഛൻ അപ്പോഴായിരിക്കും അറിയാൻ വരുന്നത് ഇവര് നടക്കാൻ പറ്റാതെ അവിടെ തന്നെ യൂറിൻ പോയെന്ന്. അങ്ങനെ അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ അതൊന്നും കുഴപ്പമില്ല, ഞാനിതൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് റൂമിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇത് കാണുന്ന സോങ് ആണ് അവനെ ഒരു തുണിയെടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അവനും അവന്റെ അമ്മ എങ്ങനെ ഫീൽ ചെയ്യുന്ന ഓർത്തിട്ട് അവൻ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Look at me sometimes like all you want to do is run. Hear me out, hear me out. It's all the things you never show. There are the things I want to know. Secret start in your heart so slow. But if you don't wanna tell me now, I guess I'll never know. Losing almost all my energy. It's getting hard to talk to you, and I'm the only one who speaks. It's all the things you never show. There are the things I want to know. Secret stars.